എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം. ഞാൻ കരുതി ഒറ്റയടിക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, പടച്ചവനെ ഇത് എൻ്റെ ജില്ലയാവാതിരിക്കട്ടെ എന്ന്. ആർക്കുണ്ടാവുമല്ലോ ജന്മനാടിനോടൊരു സ്നേഹം. കാരണം മാപ്പിളമാരുടെ ഈറ്റില്ലം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മണ്ണായതുകൊണ്ട് മലപ്പുറം ഒരിക്കലും ആവാതിരിക്കട്ടെ. പക്ഷേ വായിച്ചു നോക്കുമ്പോൾ വല്ലാതെ ഖേദിച്ചു. താനൂരിൽ നിന്നാണ് റിപ്പോർട്ട്, ഒറിജിനൽ മലപ്പുറം മണ്ണിൽ നിന്നാണ്. വല്ലാതെ സങ്കടപ്പെട്ടു പോയി. മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത്. നോക്ക് നിങ്ങൾ, ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അന്താളിച്ചു നിന്നുപോകും. കാരണം അത്രയും വലിയൊരു സംഭവമാണ് ഇതിൽ കാണുന്നത്. താനൂരിൽ നിന്നാണ് റിപ്പോർട്ട്. കുരുംബ ഭഗവതിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ഭക്തജനസാഗരത്തെ സാക്ഷി നിർത്തി പഴയകത്ത് ബാപ്പുഹാജി രാജീവന് അരിയും പൂവും എറിഞ്ഞ് വാഴിച്ചു. എന്നിട്ട് പിന്നെ രാജീവൻ ആവേൻ എന്ന് 3 തവണ വിളിച്ചു ചൊല്ലി. അതോടെ വലിയ പുരക്കൽ രാജീവൻ കുരുംബ ഭഗവതിയുടെ പ്രധാന ആവേൻ അഥവാ പൂജാരിയായി മാറി. ആവേൻ എന്ന് പറഞ്ഞാൽ പൂജാരിയായി മാറി. മലപ്പുറം ജില്ലയിലെ താനൂർ ശോഭാപറമ്പ് കുരുംബ ഭഗവതി ക്ഷേത്രത്തിലാണ് ഒരു മുസ്ലിം പ്രമാണിയുടെ കാർമ്മികത്വത്തിൽ അപൂർവമായ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിലെ നാട്ടുതാലപ്പൊലി നടക്കാനിരിക്കെയാണ് പ്രധാന ആവേനും കോമരവുമായിരുന്ന വലിയ പുരക്കൽ അപ്പു ആവേൻ അന്തരിച്ചത്. അപ്പു ആവേന്റെ മകനായ രാജീവനാണ് പുതിയ ആവേൻ സ്ഥാനം. ഈ ക്ഷേത്രത്തിന്റെ സമ്പ്രദായമനുസരിച്ച് ആവേനെ അരിയിട്ട് വാഴിക്കാനുള്ള അവകാശം സ്ഥലത്തെ മുസ്ലിം തറവാടായ പഴയകത്ത് വീട്ടിലെ കാരണവർക്കാണ്. വെട്ടത്ത് രാജാവ് നൽകിയതാണ് ഈ അവകാശം. 54 വർഷത്തിനു ശേഷമാണ് ഇത്തരമൊരു അരിയിട്ട് വാഴിക്കൽ ചടങ്ങ് നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെ. ഇനി ആ സദസ് ഇങ്ങോട്ട് ശരിക്കും ചിത്രീകരിക്കാൻ. വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഭഗവതിയുടെ തിരുമുറ്റത്ത് കൊളുത്തിവെച്ച നിലവിളക്കിന്റെ ഒരു ഭാഗത്ത്, ശരിക്കും ചിന്തിച്ചോ, ഒരു മാപ്പിളയുടെ ഉളുപ്പ ഇത് കേൾക്കണം നിങ്ങൾ. നിലവിളക്കിന്റെ ഒരു ഭാഗത്ത് വെള്ളത്തൊപ്പി അണിഞ്ഞ് പഴയകത്ത് ബാപ്പുഹാജി നിന്നു. പിന്നെ ചെമ്പട്ടുടുത്ത് മഞ്ഞൾക്കുറി വരച്ച് തയ്യാറായി നിന്ന ഓരോരുത്തരെയായി പേര് വിളിച്ചു. ബാപ്പുഹാജി അരി എറിഞ്ഞ് 3 തവണ പേര് വിളിച്ച് ആവേന്മാരായി വാഴിച്ചു. തുടർന്ന് ഊരാളന്മാരും അരി എറിഞ്ഞ് പേര് വിളിച്ചു. അതിനുശേഷം ആവേന്മാർ ഓരോരുത്തരായി ബാപ്പുഹാജിക്കും കൂട്ടർക്കും ദക്ഷിണ വെച്ചു. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനമാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ബാപ്പുഹാജിക്ക് ദക്ഷിണ കിട്ടി, ശരിയാ. പക്ഷെ ബാപ്പുഹാജിക്ക് എന്താ ചോർന്നതെന്ന് ബാപ്പുഹാജി അറിഞ്ഞോ? ദക്ഷിണ കിട്ടുമ്പോ എന്താ ചോർന്നു പോയതെന്നറിഞ്ഞോ? ഇത്തരം സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതേസമയം ഇതിനെ എതിർക്കാനോ അതിനെ വിമർശിക്കാനോ പാടില്ല. എന്ന് പറഞ്ഞാൽ രാജ്യനിയമപ്രകാരം അതവിടെ നടന്നോട്ടെ. അതേസമയം നമ്മൾ അതിൽ ഭാഗവാക്കാവുകയും നമ്മുടെ കാർമ്മികത്വത്തിൽ അത് നടക്കുകയും ചെയ്യുക എന്നത് എല്ലാ നിലക്കും വിമർശിക്കപ്പെടേണ്ട കേസാണ്. ഇത്തരം തോന്നിയാസങ്ങൾ മുഴുവനും നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് മതമൈത്രി എന്ന ഓമന പേരിലാണ്. മതമൈത്രിയെ വിമർശിക്കുകയല്ല. മതമൈത്രി നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മതമൈത്രി. ലക്കും ദീനുക്കും വലിയ ദീൻ, അതാണ് മതമൈത്രി. നിങ്ങൾ നിങ്ങളുടെ ആചാരവുമായി ഞാൻ എന്റെ ആചാരവുമായി പോകാം. ഇതിനാണ് മതമൈത്രി എന്ന് പറയാം. നിങ്ങളുടെ ക്ഷേത്രത്തിന് ഞങ്ങൾ കല്ലെറിയാൻ വരില്ല. നിങ്ങളുടെ ആരാധനാ ചടങ്ങുകൾ മുടക്കാൻ ഞങ്ങൾ വരില്ല. നിങ്ങളുടെ ആരാധനാലയങ്ങളുടെ ഒരു ഓട് പോലും ഞങ്ങൾ തകർക്കില്ല. ആ ആരാധനാലയത്തിലേക്ക് ഞങ്ങള് ബോംബ് പോയിട്ട് ഒരു പടക്കം പോലും പൊട്ടിച്ചെറിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ നയം. അതാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അല്ലാതെ ഇത്തരം ഉളുപ്പുകെട്ട സംഗതികൾക്ക് നേതൃത്വം കൊടുക്കാനല്ല. ചിലപ്പോഴൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചു പോകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ. ഈ ഒരു ഓമന പേരിൽ എല്ലാ തോന്നിയാസങ്ങളും യഥേഷ്ടം നടക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇത്തരം ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, മറ്റുള്ളവരുടെ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ കടന്നു വരുന്നത് ശ്രദ്ധിക്കണം. ആ ആചാര ചടങ്ങുകളിൽ
പങ്കെടുക്കുന്നത് നാം സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ നമുക്ക് വിലക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അഅ്യാദുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങളാണ്, അവരുടെ ഉത്സവങ്ങളാണ്. എത്രയോ ഉത്സവപ്പറമ്പുകളിൽ വെളുക്കുന്നത് വരെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കറങ്ങി നടക്കുകയാണ്. അന്ന് വൈകുന്നേരം മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. സാധാരണ മഗ്രിബ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരിയാണ്. പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ, ഉത്സവത്തിന് പോകുമ്പോൾ അത് നിസ്കരിച്ചിട്ടില്ല. ആ ഉത്സവത്തിന്റെയും പൂരത്തിന്റെയും പേര് ഓമനവൽക്കരിച്ച് നേർച്ച എന്ന് വിളിച്ചാലും പോവാൻ പാടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന കൊണ്ടോട്ടി നേർച്ചയെ പോലെയുള്ള നേർച്ചകളുണ്ട്. യഥാർത്ഥത്തിൽ അതിന് പേരു മാത്രമേ നേർച്ച എന്നതുള്ളൂ. കണ്ടില്ലേ നിങ്ങൾ, പലപ്പോഴും യഥാർത്ഥത്തിൽ അതിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, ആചാരങ്ങളും ചടങ്ങുകളുമൊക്കെ നോക്കുമ്പോൾ അത് പൂരവും ഉത്സവവുമാണ്. ആ പരിപാടിയിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ആ പരിപാടിയോട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അതിലേക്ക് സഹായ സഹകരണങ്ങളാവാൻ പാടില്ല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, ബഹുമാനപ്പെട്ട അംറു ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഹിയ മജാലിസുസ്സൂഇ വൽ ഖനാ, അതേ അനാവശ്യങ്ങളുടെയും വൃത്തികേടിന്റെയും സദസ്സുകളാണ്. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുർബുൽ ഖംർ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യപാനമാണ്. നേരത്തെ നമ്മുടെ MLA ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മദ്യപാനം വളരെ വളരെ പെരുത്തുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിൽ. സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് എന്നത് വിഷമകരമാണ്. ശുർബുൽ ഖംരി ലാ യഹ്ദുറൂനഹു വലാ യർഗബൂന ഫീ, സുഹരി റളിയല്ലാഹു അൻഹു പറയുന്ന മദ്യപാനം നടക്കുന്നിടത്ത് പങ്കെടുക്കാനും പാടില്ല, അതിൽ താല്പര്യം പ്രകടിപ്പിക്കാനും പാടില്ല. കുടിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, കുടിക്കുന്ന വേദിയിലേക്ക് പോകാൻ തന്നെ പറ്റില്ല. മദ്യം വിളമ്പുന്ന സൽക്കാര പാർട്ടിയിലേക്ക് പോയിക്കൂടാ. അതേ നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കാണാം. ഒരു ഹദീസു ഷരീഫ് നമുക്കിങ്ങനെ വായിക്കാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആരാണോ വിശ്വസിക്കുന്നത്, അല്ലാഹുവിലും അന്ത്യനാളിലും ആര് വിശ്വസിച്ചോ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ, സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു മാപ്പിള, ഫലാ യജ്ലിസ്, അവൻ ചെന്നിരിക്കാൻ പാടില്ല, അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ, മദ്യം സപ്ലൈ ചെയ്യുന്ന സദസ്സിൽ അവൻ പങ്കെടുക്കാൻ പാടില്ല. അവൻ കുടിച്ചോ എന്നുള്ളതല്ല കണക്ക്, അങ്ങോട്ട് പോകാൻ തന്നെ പാടില്ല. ഷോപ്പുക്ക് പോകാൻ പാടില്ല, മദ്യഷോപ്പുക്ക് പോകാൻ പാടില്ല, നിശാ ക്ലബ്ബുകളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ കല്യാണത്തിന്റെ തലേനാളുള്ള കുപ്പി പൊട്ടുന്ന സദസ്സിലേക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ മഹല്ലടിസ്ഥാനത്തിൽ, ജമാഅത്ത് അടിസ്ഥാനത്തിൽ ശക്തമായി പ്രതികരിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. എത്ര അനാവശ്യങ്ങളാണ് ഈ ആഘോഷങ്ങളുടെയൊക്കെ അനാവശ്യങ്ങളായി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തോന്നിയാസങ്ങളാണ്! മുസ്ലിം ഉമ്മത്തിന്റെ തോന്നിയാസങ്ങളുമായി ജീവിക്കാൻ പറ്റുമോ? അള്ളാഹു ഫവാഹിസുകളെ, വൃത്തികേടുകളെ മുഴുവനും വിലക്കിയിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്ന, മദ്യപാനത്തോടെടുക്കാൻ പാടില്ല, മദ്യപാന സദസ്സുകളിൽ പോകാൻ പാടില്ല, മദ്യപിക്കുന്ന കൂട്ടുകാരുമായി കൂട്ടുകെട്ടാൻ പാടില്ല, ആ കമ്പനിയോട് അകന്നു ജീവിക്കുക. ഇതാണ് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവരാണ് അല്ലാഹുവിന്റെ അടിമകൾ, അശ്ലീലത്തിൽ പങ്കെടുക്കാത്തവരാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് വ്യാഖ്യാനം കൊടുത്തത്,
ലാ യസ്മഊനൽ ഗിനാ, അശ്ലീല ഗാനം കേൾക്കാത്തവരാണവർ. ഇതാ ഞാൻ പറഞ്ഞത്. എവിടെയും ഇത് തന്നെയല്ലേ? ഓടുന്ന വാഹനത്തിൽ അശ്ലീല ഗാനങ്ങളാണ്, ഓടുന്ന വാഹനത്തിൽ അശ്ലീല ഗാനങ്ങളാണ് എവിടെയും കേൾക്കാനുള്ളത്. ഓടുന്ന വാഹനത്തിൽ അശ്ലീല ഗാനം, അതിന്റെ ഒച്ചപ്പാടില്ലാതെ അവന് യാത്ര തന്നെ വിഷമകരമാണ്. അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലടക്കം ഇത് വേണം. ഈ ഒരവസ്ഥയിലാണ്. കഴിഞ്ഞില്ല. ഇനിയോ, അവൻ ഓഫീസ് മുറിയിലെത്തിയാൽ അവന്റെ ഓഫീസ് റൂമിലും അതാ സംഗീതത്തിന്റെ അകമ്പടി തന്നെയാണവൻ. കഴിഞ്ഞില്ല. അവന്റെ ബെഡ്റൂമിലെത്തുമ്പോ അവന് അപ്പോഴും സംഗീതത്തിന്റെ ശബ്ദങ്ങളാണ് കൊഴുപ്പ് പകരുന്നത്. സംഗീതമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മുസ്ലിം സഹോദരന്മാരെത്തിപ്പെട്ടിരിക്കുന്നു. അവസാനമായി രാത്രി സമയത്ത് വന്ന് നേരം പുലർന്ന് വൈകുന്നത് വരെ, വെളുത്തിട്ടിരുട്ടുന്നത് വരെ ഇത് കേട്ട് തഴമ്പിച്ചിരിക്കുകയാണ്. ഇനി കിടക്കുമ്പോൾ ഒരു ചെറിയ റെസ്റ്റുണ്ടോ? ഇല്ല. ഇനി കിടക്കുമ്പോൾ എയർഫോൺ കൊടുത്തിട്ട് ഉറങ്ങിയ അബോധ മനസ്സടക്കം പാട്ട് കേട്ടുറങ്ങുകയാണ്. ആളുറങ്ങിയിട്ടുണ്ട്, അപ്പോഴും പാട്ടുറങ്ങിയിട്ടില്ല. അതേ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് അശ്ലീല ഗാനവും കൂടെയാണെങ്കിൽ, നല്ല ഗാനങ്ങളെ വിമർശിക്കുന്നില്ല, നല്ല ഗാനങ്ങളിൽ തന്നെ വല്ലാതെ സംഗീതോപകരണങ്ങളുടെ കടന്നുകയറ്റം വരുമ്പോ അപകടകരമാണ്. ഏതാവട്ടെ അശ്ലീല ഗാനങ്ങളും കൂടെ ആകുമ്പോ എത്ര വൃത്തികെട്ടതാണിത്. ലാ യസ്മഊനൽ ഗിനാ. ഇതേ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. കുല്ലു മൗദിഇൻ യജ്രി ഫീഹി മാ ലാ യംബഗി. നടക്കാൻ പാടില്ലാത്ത സംഗതികൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും സൂർ എന്ന് പറഞ്ഞതിൽ പെടും. അവിടെയൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. വല്ലദീന ലാ യസ്ഖദൂന സൂർ എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നിടത്ത് പോകരുത്, അനാവശ്യങ്ങൾ നടക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകരുത്. വയദ്ഖുലു ഫീഹി, ആ പറഞ്ഞതിൽ പെടും അഅ്യാദുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ ഉത്സവങ്ങള്, വമജാമിഉൽ ഫുസാഖ്, റൗഡികളുടെ സംഗമങ്ങള്, വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അനാവശ്യ സദസ്സുകളിലേക്ക് അവർ പോകൂല എന്നല്ല, അഥവാ അനാവശ്യ സദസ്സുകളുടെ അരികത്ത് അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ, ആ സദസ്സിന്റെ അരികിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ മർറൂ കിറാമ, അവര് മാന്യന്മാരായി സഞ്ചരിക്കും. അവരവരുടെ മാന്യത ഒരിക്കലും കൈവടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്മാഈലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ലഗ്വ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നു. അതോടൊപ്പം അതില് യദ്ഖുലു ഫീഹി അശ്ശിർകു വല്ലഗു ഫിൽ ഖുർആൻ, അതിൽ പ്രവേശിക്കുന്നു അശ്ശിർകു, ശിർക്ക് അതിൽ പ്രവേശിക്കുന്നു. അപ്പോ ശിർക്കിന്റെ വേദികളുടെ അടുത്തുകൂടെ പോവുകയാണെങ്കിൽ കൂടുതൽ സമയം പങ്കിടാതെ നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് തടിയെടുക്കണം. മാത്രമല്ല, അടുത്തത് ഞാൻ അടിവരയിട്ട് പറയുന്നു, വല്ലഗു ഫിൽ ഖുർആൻ, ഖുർആൻ ഓതിയിട്ട് തോന്നിയാസം പറയുകയാണെങ്കിൽ ആ സദസ്സിനോ പങ്കെടുക്കാൻ പാടില്ല, ആ സദസ്സിൽ പങ്കെടുക്കാൻ പാടില്ല. മാന്യമായ ഖുർആനിക വചനങ്ങള്, ആരുറപ്പുള്ള പടച്ച റബ്ബിന്റെ ആരുറപ്പുള്ള വചനങ്ങള് അതോതിയിട്ട് ഒരിക്കലും ഒരു നാലാംകിട റൗഡി പറയാത്ത വർത്തമാനം പറയാൻ ഒരുങ്ങിയാൽ ആ സദസ്സിലേക്ക് പോകാൻ പാടില്ല. മാത്രമല്ല, വശത്തുമുർ റസൂൽ, തിരുനബിയെ തെറി പറയലും നടക്കുന്നു അവിടെ. ആ സദസ്സിലേക്ക് പോവാൻ പാടില്ല. ഒരു സദസ്സിൽ ഒരു പ്രഭാഷണം, ഇസ്ലാമിക പ്രഭാഷണം എന്ന തലക്കെട്ട് കണ്ടപ്പോൾ നമ്മൾ പോയി നോക്കി. അവിടെ ചെന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. മുത്തുനബി സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ, ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. മുത്തുനബിക്ക് സംഭവിച്ചു പോയ അരുതായ്മകളുടെ ലിസ്റ്റുകള് അവനങ്ങനെ നിരത്തുകയാണ്. ആ പട്ടിക നിരത്തി സംസാരിക്കുകയാണ്. എന്നിട്ട് സമയം കഴിയുമ്പോ അനുവദിക്കപ്പെട്ട 2 മണിക്കൂർ സമയം മുത്തുനബിയെ പച്ചയായി നിർത്തി തിന്നതിനു ശേഷം പറയുന്നു, ഇത്രയും പറഞ്ഞു തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇത് വെറുതെ പറയല്ല. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് അടുത്ത് വ്യതിയാന ചിന്താഗതിക്കാർ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ വന്ന ഒരു മൗലവി 2 മണിക്കൂർ മുത്തുനബിയെ ശരിക്കും നിർത്തി കൈകാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി പ്രവാചകരും പാപ്പസുരക്ഷിതത്വവും എന്നതായിരുന്നു അന്നത്തെ വിഷയം. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞു, സമയം 2 മണിക്കൂറായി. ഏത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട് സമയം കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ പറയുകയാണെങ്കിൽ നേരം വിളിക്കോളും പറയാനുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയോട് നിങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു മതിപ്പ് ഞാൻ കളയാൻ ആഗ്രഹിക്കുന്നില്ല. നഊദുബില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നതൊരു തമാശയാണോ? തമാശയല്ല സുഹൃത്തെ, ഇതൊരു തമാശയല്ല. ഇവരിതൊക്കെ പറയുന്നത് എന്തിനാ? മുത്തുനബി ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിച്ചെടുക്കാനാണത്രേ. മനുഷ്യനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പാപം ചെയ്യുന്നു പറയണോ? ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ പോരെ? വെള്ളം കുടിക്കുന്നു പറഞ്ഞാൽ പോരെ? കല്യാണം കഴിക്കുന്നു പറഞ്ഞാൽ പോരെ? അതൊക്കെ ഹബീബായ റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ട്. ഇല്ലാത്ത ആരോപണങ്ങൾ മുത്തുനബിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? ഞാൻ പറയുന്നു, ലോകത്തൊരാൺകുട്ടിക്കും സാധിക്കില്ല മുത്തുനബി ഒരു ചെറിയ പിഴവ് പോലും ആ ജീവിതത്തിൽ പിഴച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഉറപ്പാണ് ആ കാര്യം. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. ഇത്തരം സദസ്സുകൾ അനാവശ്യ സദസ്സുകളാണ്. അതിൽ പങ്കെടുക്കാൻ പാടില്ല. ആ വേദിയിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി പറഞ്ഞ് ഹാസ്യപ്രസംഗം നടത്തുമ്പോൾ കൊക്കിച്ചിരിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് പ്രോത്സാഹനം നൽകാൻ പാടില്ല. അത്തരം സീഡികൾ വാങ്ങാൻ പാടില്ല. വീടുകളിൽ കയറ്റാൻ പാടില്ല. കേൾക്കാൻ പാടില്ല. കേട്ടു നമ്മുടെ വീട്ടിനകവും കൂടെ ദുഷിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പം അതില്ല. മഹാന്മാരുമായി ബന്ധപ്പെട്ടതിന്, മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിന് വരെ ആ ബറക്കത്തില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹബീബുന വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞവരായിരുന്നില്ല ബഹുമാനപ്പെട്ട സഹാബ കിറാം റളിയല്ലാഹു അൻഹും. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ബഹുമാനപ്പെട്ട ബീവി ആയിഷയെ കുറിച്ച് അവിടുന്ന് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന ഒരു പച്ചക്കള്ളം മുനാഫിക്കുകൾ പറഞ്ഞുണ്ടാക്കി അതിന് മറുപടി പറയുന്നുണ്ട് ഖുർആൻ. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ആ സംഭവത്തിലേക്ക് കിടക്കുകയല്ല. ആ വിവാദം കൊഴുത്തു നിൽക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായി തളർന്ന് വീട്ടിലിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും. ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും കയറി വരുന്ന ഒരു വലിയ സംഭവമാണ്. ഞാനത് പറയുന്നില്ല. അതിൽ ഞാൻ നേരത്തെ പല സീഡികളിലും അത് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഒന്ന് പറയുന്നു ഈ സദസ്സിന് അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു, കയറി വരുമ്പോ, ഉമറേ വല്ലാത്തൊരു വിഷമം, എന്തേ നബിയെ, നാട്ടിൽ നടക്കുന്ന വാർത്തകളൊക്കെ നീ കേൾക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യാതെ ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടിലാകെ അതാ ഈ കള്ള വാർത്ത പ്രചരിപ്പിച്ച് മുനാഫിക്കുകൾ, കപടന്മാര് കൊഴുപ്പിച്ച് നടക്കുകയാണ്. ആലോചിക്കാൻ പോലും വയ്യ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിതങ്ങൾ ഇതിൽ വേദന പ്രകടിപ്പിക്കുമ്പോ, പടച്ചോനെ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ചെയ്യാത്ത തെറ്റിന്റെ കാര്യത്തിൽ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല നബിയേ, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങയുടെ കുടുംബിനിയിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം വരില്ല. അതെന്താ ഉമറേ നീ അങ്ങനെ പറയുന്നത്? നാട് മുഴുവൻ മുനാഫിക്കുകൾ മുഴുവൻ ഇത് പിടിച്ച ഈ കൊടിയും പിടിച്ച് കറങ്ങുമ്പോ, ഈ നാടൊക്കെ ഈ കറുത്ത പോസ്റ്ററുകൾ പൊങ്ങുമ്പോൾ സാധുക്കളായ സഹാബ കിറാം റളിയല്ലാഹു അൻഹും മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്.
സഹാബത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന മുനാഫിക്കുകളടക്കം ഈ പ്രചരണത്തിന് കൊഴുപ്പ് പകരുകയാണ്. ഈ പ്രചരണം തുടങ്ങി വെച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന പഹയനാണ്. റസൂൽ മുനാഫിഖീങ്ങളുടെ ഹെഡാണ്. ഏതാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റളിയല്ലാഹുവിനോട് നാട് മുഴുവൻ ഈ വാർത്ത കൊഴുപ്പിക്കുമ്പോൾ നീ മാത്രം അങ്ങനെ സംഭവിക്കില്ലെന്ന് ഇത്ര ധൈര്യമായെന്തുകൊണ്ട് പറയുന്നു? ഉമർ റളിയല്ലാഹുവിനെ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, നബിയേ ഒന്നുമല്ല, അഖദതു ബറാഅത ആയിഷത മിൻ അന്ന ദുബാബ ലാ യഖറുബു ബദനക ശരീഫ്. അതേ നബിയേ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് എവിടെന്നാണെന്നറിയോ? ആയിഷ ബീവിയുടെ നിരപരാധിത്വം ഞാൻ മനസ്സിലാക്കിയത് ഈച്ച അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കുന്നില്ല, അടുക്കുന്നില്ല. അങ്ങയുടെ ശറഫാക്കപ്പെട്ട ബോഡിയോട് ഈച്ച പോലും അടുക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അന്നദുബാബ ലാ യഖറബു ബദനക ശരീഫ്. നിങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തോട് ഈച്ച പോലും അടുക്കുന്നില്ല. അതെന്താ കാരണം? ലിമുഖാലത്തതിഹിൽ ഖാദുറാത്ത്. നബിയെ, ഇന്നുവരെ ഈ ശറഫാക്കപ്പെട്ട ബോഡിയിൽ ഒരു ഈച്ച ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സത്യമതായിരുന്നു. അതൊക്കെ ഹദീസിലുള്ളതാ. സഹിയായ ഹദീസിന്റെ നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂലായിരുന്നു. നബിതങ്ങൾ നടക്കുമ്പോൾ നബിതങ്ങൾക്ക് നിഴലില്ലായിരുന്നു. അതൊക്കെ ഉണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അതിനെയൊക്കെ വായിക്കുന്നത് നമ്മൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയല്ല. നമ്മളൊക്കെ അങ്ങനെയാ വായിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു വായിക്കുന്നത് വളരെ ആഴത്തിലുള്ള വായനയാണ്, ഗാഢമായ വായനയാ നടത്തുന്നത്. എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നബിയേ, എന്താണ് അതിന്റെ കാരണം? ലിമുഖാലത്തതിഹിൽ ഖാദുറാത്ത്. ആ ഈച്ച മ്ലാത്സങ്ങളുമായി പുരണ്ടിട്ടുണ്ടെന്നതാണ് അതിന് കാരണം. ഈച്ച എപ്പോഴും ഇരിക്കുക ചത്തതിലും പുഴുത്തതിലും ചീഞ്ഞതിലുമാ. ഈച്ചക്ക് ഇഷ്ടപ്പെട്ട താവളം ചത്തതും പുഴുത്തതും ചീഞ്ഞതുമാണ്. അപ്പൊ ഈച്ചയുടെ കാലിൽ മാലിന്യം ഉണ്ടാകുമോ, നജസുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഏതന്ധനും ധൈര്യമായി പറയാം. ഏതന്ധനും ധൈര്യമായി പറയാമുണ്ട്. എന്താ കാരണം? ഈച്ച അത്തരം കേന്ദ്രങ്ങളിലാണ് ഇരിക്കുക. ഈച്ചക്കിഷ്ടം മാലിന്യ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഈച്ചയുടെ ശരീരത്തില് നജസുണ്ടെന്ന് പറയാൻ അവിടെ ഒരു സമർത്ഥനത്തിന്റെയും ആവശ്യമില്ല. അപ്പൊ നബിയെ, ഈച്ചയുടെ കാലില് നജസുണ്ടെന്ന് ഉറപ്പുകൊണ്ടല്ലേ നിങ്ങളുടെ ശരീരത്തിൽ അതിരിക്കരുത്. അത് കാരണം നിങ്ങളുടെ ശരീരം മലിനമാകരുതെന്ന് അല്ലാഹുവിന് നിർബന്ധമുണ്ട്. ആ ഈച്ച ഇന്ന് അസ്ർ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലൂടെ കറങ്ങിയിട്ടുണ്ട്. ഇന്ന് അസ്ർ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈച്ച ഇരുന്നിട്ടുണ്ട്. നമസ്കാരം ബാത്തിലായോ? ഇല്ല. കാരണം കണ്ടുകൊണ്ട് കാണാത്ത നജസാണ്, അതിന് മാപ്പുണ്ട്. അപ്പൊ നിസ്കാരത്തിൽ പോലും നമുക്ക് മാപ്പുള്ള അതിസൂക്ഷ്മമായ മാലിന്യത്തിന്റെ കണിക. നബിയെ, ഇത്ര സൂക്ഷ്മമായ ചെറിയ ഒരു മാലിന്യത്തിന്റെ കണിക കൊണ്ടുപോലും അങ്ങയുടെ തിരുശരീരം നജസാകാൻ പാടില്ല എങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബിയെ, ആ ശരീരത്തിൽ എത്രയോ നേരം കെട്ടിപ്പിടിച്ചുറങ്ങിയ, ആ ശരീരത്തിൽ മുത്തം നൽകാൻ ഭാഗ്യം കിട്ടിയ ബീവി ആയിഷയുടെ ശരീരം ആർക്കാ നബിയെ മലിനമാക്കാൻ കഴിയാ? സാധിക്കില്ല നബിയെ, സാധിക്കില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഈമാൻ എവിടെ? അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കണം. പറ്റിയൊരവസരമാണ്. നബിന്റെ ഭാര്യയിൽ നിന്നെങ്കിലും തെറ്റുപറ്റി പറയാൻ കഴിയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന് ആയത്തുണ്ടോ, ഹദീസുണ്ടോ, ദുർവ്യാഖ്യാനം ചെയ്യാൻ നടക്കില്ല. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് തന്റെ കുടുംബിനി തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് പരത്തുമ്പോൾ അവിടുത്തെ ഈമാനിന്റെ കരുത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന മുത്തുനബി തെറ്റ് ചെയ്യില്ല എന്നല്ല, മുത്തുനബിയുടെ ശരീരത്തിൽ തൊട്ട ആ പെൺകുട്ടികൾ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല. ആ നിലപാടിലാണ് നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണോ നിൽക്കേണ്ടത്? അതോ ഈ വ്യതിയാന ചിന്താഗതിക്കാർ ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലുകയോ? സ്വയം തീരുമാനിക്കുക, ജീവിത വിജയം ഉറപ്പുവരുത്തുക. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, സുന്നത്തിയമാഴത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിയും സഹാബത്തും കാണിച്ചു തന്ന മാതൃകയിൽ നിലനിൽക്കാൻ അല്ലാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. അല്ലാഹു
ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കതിൽ സാധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗകർ, അവരുടെ സീഡികൾ, അവരുടെ സദസ്സുകൾ അത് സംഘടിപ്പിക്കുക, അവിടെ പോകുക, അത് കേൾക്കുക, അത് കാശ് കൊടുത്ത് വാങ്ങുക, വെറുതെ കിട്ടിയാലും സ്വീകരിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ പറയാണെന്ന് തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ, ഈ അഭിപ്രായം രേഖപ്പെടുത്തിയതാരാ? നബിതങ്ങളെ ചീത്ത പറയുന്ന സദസ്സ് ഈ കൂട്ടത്തിൽ പെടും എന്ന അഭിപ്രായം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. വയദ്ഖുലു ഫീഹി ശിർകു വല്ലഗു ഫിൽ ഖുർആനി വശത്മുർ റസൂൽ. ഇതൊക്കെ ഈ പറഞ്ഞ തോന്നിയാസത്തിൽ പെടുന്നു പറഞ്ഞത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇനി അത്തരം വേദികളും പ്രഭാഷണങ്ങളും കണ്ടാൽ നമ്മൾ എന്തു ചെയ്യണം? അല്ലാഹ് തന്നെ പറയുന്നു സൂറത്തുൽ ഖസസിന്റെ 55-ാം വചനം, വഇദാ സമിഉൽ ലഗ്വ അറദു അൻഹു. ഇത്തരം തോന്നിയാസങ്ങൾ കേട്ടാൽ അവരതിനെ തൊട്ട് തിരിഞ്ഞു പോകും. വഖാലു, അവർ പറയും, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. ഞങ്ങൾക്ക് ഞങ്ങളെ ഏർപ്പാട് നോക്കാനുണ്ട്, നിങ്ങൾ നിങ്ങളെ ഏർപ്പാടുമായി മുന്നോട്ട് പോ. ഞങ്ങൾക്ക് നബിതങ്ങളെ പ്രകീർത്തിക്കണം, ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയണം, ഞങ്ങൾക്ക് തിരുനബിയുടെ മദ്ഹ് പറഞ്ഞ ബുർദ പാടണം, ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. വലക്കും അഅ്മാലുക്കും, നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് ജീവിച്ചോ, റസൂലുള്ളാഹിയെ തിന്ന് ജീവിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. സലാമുൻ അലൈക്കും, വണ്ടി വിട്ടോ, തൽക്കാലം ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരണ്ട, എന്നെ ആ വേദിയിലേക്ക് ക്ഷണിക്കുകയും വേണ്ട. ലാ നബ്തഗിൽ ജാഹിലീൻ, ഒരിക്കലും വിവരദോഷികളുമായി ഇടപെടാൻ, വിവരദോഷികളുമായി കൂടിയിരിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാന്യമായി ഒഴിഞ്ഞു പോരണമെന്ന് പറയുന്നു ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയുന്നത്. ബഹുമാനപ്പെട്ട സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നു, വ്യക്തമായി കേട്ടോ, സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുറാദു ബിസ്സൂരി മജാലിസുൽ മുബ്തദിഈൻ. പുത്തനാശയക്കാരുടെ ആ സദസ്സുകളാണ് സൂർ എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വല്ലദീന ലാ യശ്ഹദൂന മജാലിസൽ മുബ്തദിഈൻ. പുത്തനാശയക്കാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാത്തവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. പറഞ്ഞത് സഹ്ല റളിയല്ലാഹു അൻഹു. ഇസ്മായിലുൽ ഹഖി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കണ്ട, പറഞ്ഞത് സഹ്ല റളിയല്ലാഹു അൻഹു ആണ്. ഇസ്മായിലുൽ ഹഖി അത് എടുത്തുദ്ധരിക്കുക ചെയ്തത്. ഇനി നോക്ക് നിങ്ങൾ, ബഹ്റുൽ മുഹീത്തിൽ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഔ മജാലിസു യുആബു ഫീഹാ സ്സാലിഹൂൻ. ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ഒക്കെ തെറി പറയുന്ന സദസ്സാണ്. ഔലിയാക്കളെ വിടുവോ? ഈ സദസ്സ് ഔലിയാക്കളെ വിടുവോ? അമ്പിയാക്കളെ വിടുവോ? സാലിഹീങ്ങളെ, സജ്ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സുകളാ, അതിൽ പങ്കെടുക്കാൻ പാടില്ല. ബഹ്റുൽ മുഹീത്തില് അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു മൈസർ റളിയല്ലാഹു അൻഹു പറയുന്ന, ബലഗനി, എനിക്ക് വിവരം കിട്ടി, അന്നബ്ന മസ്ഊദിൻ മർറ ബിലഹുവിൻ മുഅരിദ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമറ നേരത്തെ കേട്ടത്, ഇപ്പൊ പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ സദസ്സ് മോശപ്പെട്ട സദസ്സായതുകൊണ്ട് വേഗം അങ്ങ് പോയി ഫലം യഖിഫ്, ഒരു നിമിഷ നേരം പോലും അത് ആസ്വദിച്ചുകൊണ്ടോ അത് കേട്ടുകൊണ്ടോ അവിടെ നിന്നില്ല. ഫഖാല റസൂലുള്ളാഹി, ആ വിവരം മുത്തുനബിക്ക് കിട്ടിയപ്പോൾ മുത്തുനബി പറഞ്ഞു, ലഖദ് അസ്ബഹ ഇബ്നു മസ്ഊദിൻ വഅംസാ കരീമാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് നേരം പുലർന്നത് മാന്യനായിട്ടാണ്, നേരം ഇരുട്ടിയതും മാന്യനായിട്ടാണ്. ഇന്നത്തെ ദിവസം മുഴുവനും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് മാന്യത, തഖ്വയുടെ ഉളുപ്പ് അത് തകർന്നിട്ടില്ല കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഈ സംഭവം ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നല്ല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുക, വേണ്ടാത്തരത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല.
എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ എന്ന ആയത്തും അവിടെ പാരായണം ചെയ്യാൻ. എന്തേ ഈ അശ്ലീല ഭ്രമം? ഇതിപ്പോ നമുക്ക് തലക്ക് പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല, നമ്മളെ കയ്യിലുള്ളത് മുഴുവനും അല്ലേ, വായിക്കുന്നതും പറയുന്നതും കേൾക്കുക. അശ്ലീല സാഹിത്യങ്ങൾ ഒരു വിഷയമല്ല. ഏതായാലും ഇനിയും ഇത് ബന്ധപ്പെട്ട ചർച്ചകൾ വരാനിരിക്കുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. കാരണം ഇന്നതിന് സമയമല്ല. കാരണം ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നതിനൊരു നിയന്ത്രണം അത്യാവശ്യമാണ്. പക്ഷെ അത് ഞാൻ പിന്നീട് പറയാം, ഇന്നങ്ങോട്ട് കടന്നു വരുന്നില്ല. നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തോന്നിയാസങ്ങളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന. അതിൽ നിന്നൊക്കെയും നമ്മൾ രാജിയാവണമെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്കന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സീരിയലുകളുടെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ സമയം കൊല്ലുന്നവരാണോ? വല്ലദീന ലാ യശ്ഹദൂന സൂർ, അള്ളാഹുവിന്റെ അടിമകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വല്ലദീന ലാ യശ്ഹദൂന സൂർ എന്ന് പറഞ്ഞ പട്ടിക നിങ്ങൾ ഫില്ല് ചെയ്തവരല്ല. ആ പട്ടികയിൽ ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്തവരല്ല. ഫില്ല് ചെയ്യണോ? ഒരിക്കലും ഈ ഇല്ലാ കഥയുടെ പേരിൽ നിങ്ങൾ കണ്ണീരൊഴുക്കരുത്. ഇത് കണ്ടിരിക്കുന്ന ഉമ്മാക്കറിയാം. ആ അമ്മായിമ്മയുടെ പീഡനം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന മരുമകളുടെ ചിത്രം കാണുമ്പോ മരുമകള് തേങ്ങാണ്, അമ്മായിമ്മ ഒരു പക്ഷേ ബാക്കിൽ നിന്ന് ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഏതാവട്ടെ, ഇതില് മരുമകൾക്കും അറിയാം, അമ്മായിമ്മക്കും അറിയാം, ഞാൻ ചിരിക്കേണ്ടതില്ല, ഞാൻ കരയേണ്ടതില്ല, ഒരു ഇല്ലാ കഥ ആരോ അയാളുടെ സ്വന്തം ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുത്തതാണ്. ഇതിന് കണ്ണീരൊലിപ്പിക്കാൻ നിന്റെ അടുത്ത് കണ്ണീരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി, അർത്ഥത്തിൽ നിനക്ക് ഒഴുകാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിരുന്ന നരക ചിത്രങ്ങള് കേട്ടു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, നരകം എന്ന CD നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. വാങ്ങിയിട്ടില്ലെങ്കിൽ കേൾക്കണം. അത് കേട്ടിട്ട് കരയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈമാനുണ്ടെങ്കിൽ അവൻ കരയും, നിർബന്ധമാണ്. എന്നല്ല, ജീവിതത്തിന് ഒരു തിരുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യും. കൂടുതൽ വാക്ക് പറയേണ്ടി വരില്ല. കാരണം ഖുർആനിന്റെ അവതരണം ശക്തമായ അവതരണമാണ് നടത്തുന്നത്. ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. പാറ പോലെ കടുത്തു നിൽക്കുന്ന ഹൃദയത്തെ ഇളക്കി മറിക്കുകയാണ്. അതിനെ ശരിക്ക് മാർദ്ധവപ്പെടുത്തിയെടുക്കാൻ മാത്രം ശക്തിയുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. സമയം കൊണ്ടുകളയല്ല. സീരിയലുകളൊക്കെ പഴങ്കഥയല്ലേ ഉസ്താദേ? ഇന്ന് റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും മുളച്ച ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ പ്രതിഫലം, സ്വർഗം കിട്ടണമെങ്കിൽ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിച്ചെങ്കിലേ കിട്ടൂ. ആസൂത്രിതമായി വിശുദ്ധ ഖുർആൻ പാരായണം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയാൻ ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു ഇത്തരം പരിപാടികൾ. കാരണം അപ്പോഴേ മുസ്ലിമീങ്ങൾ ഖുർആനുമായിട്ട് അകന്നാൽ മുസ്ലിമീങ്ങളെ പെട്ടെന്ന് തകർക്കാനും കഴിയും. അപ്പൊ അതുമായുള്ള ബന്ധം അകന്നു പോകുന്നതിന് പ്രധാന കാരണം അശ്ലീലോപകരണങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? അന്നല്ലാഹു തആല യഖൂലു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പു നാളിൽ അല്ലാഹു തആല നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം ഹാജരാക്കിയിട്ട് മഹ്ശറിൽ നിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ആ മഹ്ശറിൽ നിന്നുള്ള അനൗൺസ്മെന്റ് എന്താണ്? ഐനല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും, ഐനല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും, എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ? നാളെ മഹ്ശറിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ചോദ്യമാണ്, എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവർ? വഅസ്മാഅഹും, അവരുടെ ചെവികളെയും കണ്ണും ചെവിയും നാക്കുമൊക്കെ പരിശുദ്ധമാക്കിയവരെവിടെ? അനിൽ ലഹ്വി, ലഹുവിനെ തൊട്ട്, അനാവശ്യത്തെ തൊട്ട് കണ്ണും കാതും ഹൃദയവുമൊക്കെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ? മസാമീരി ശൈത്താൻ, പിശാചിന്റെ സംഗീതോപകരണങ്ങളെ തൊട്ടും
കണ്ണുകളെയും കാതുകളെയും പരിശുദ്ധമാക്കിയവരെവിടെ? അദ്ഖിലൂഹും റിയാദൽ മിസ്ക്, അവരെ നിങ്ങൾ കസ്തൂരി പൂങ്കാവനത്തിലേക്ക് കടത്തിവിടൂ സ്വർഗത്തിലെ എന്ന് പറഞ്ഞ് അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങ് കയറി വരുമ്പോ അള്ളാഹു മാലാക്കമാരോട് പറയും, ഇതാ നിങ്ങൾ ഇവരെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിട്ട് അസ്മിഉ ഇബാദി, ഒരു ഹറാമായ പാട്ട് കേട്ടുകൂടാ എന്ന് വെച്ചവരാണ്. എല്ലാവരും പാട്ട് കേട്ടാടുമ്പോ, എല്ലാവരും ഹറാമായ ഒച്ചപ്പാടുകളുടെ മുമ്പില് സമയം ചെലവഴിക്കാൻ അതിൽ താല്പര്യം കണ്ടപ്പോ എന്റെ അടിമകൾ ഉളുപ്പ് പാലിച്ച് മാറി നിന്നവരാണ്. അതുകൊണ്ട് അസ്മിഉ ഇബാദി, എന്റെ അടിമകളൊന്ന് ആടിപ്പാടട്ടെ, നിങ്ങൾ എന്റെ അടിമകൾക്ക് കേൾപ്പിച്ചു കൊടുക്കൂ. തഹ്മീദി വസനാഇ വതംസീദി, എന്റെ പ്രകീർത്തനങ്ങൾ ചൊല്ലി പാട്ട് കേൾപ്പിച്ചു കൊടുക്കൂ. എന്റെ പ്രകീർത്തനങ്ങളും എന്നെ പുകഴ്ത്തിപ്പാടുന്ന പാട്ടുകളും അതേ രൂപത്തിൽ തന്നെ എന്റെ സ്തുതിഗീതങ്ങളും കേൾപ്പിച്ച അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയും അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇല്ല ഇനി അവർക്ക് ഭയപ്പെടാനില്ല, ഇനി അവർക്ക് ദുഃഖിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മഹ്ശറാ ലോകത്ത് നിന്ന് അങ്ങ് കടത്തിവിടുന്നു സ്വർഗത്തിലേക്ക്. ഈ സ്വർഗം നമുക്ക് കിട്ടണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഈ സെക്സ് ചുവയുള്ള ഗാനങ്ങളിൽ നിന്നെങ്കിലും മാറി നിൽക്കാനുള്ള ചെറിയ ഒരു മനസ്സ് നമുക്ക് വേണം. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ പറയാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.